ടുഡേ ഓൾ അബൌട്ട് BSc നഴ്സിംഗ്. നമുക്കറിയാം എല്ലാ കാലങ്ങളിലും ഒരേപോലെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ് പ്രൊഫഷൻ. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വളരെ പരിമിതമായിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ എൻട്രി മാത്രമാണ് ഉണ്ടായിരുന്നത്. കോളേജുകൾ ലിമിറ്റഡ് ആയിരുന്നു, അഡ്മിഷൻ ക്രൈറ്റീരിയാസ് കുറച്ചധികം കൂടുതലായിരുന്നു. അപ്പൊ പലർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കോഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു BSc നഴ്സിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ തന്നെ നിലനിന്നിരുന്ന മറ്റൊരു കോഴ്സാണ് നഴ്സിംഗ് മേഖലയിൽ GM. സോ ഇന്ന് പുതിയൊരു ട്രെൻഡ് പ്രകാരം BSc നഴ്സിംഗിന്റെ സാധ്യത വളരെ വലിയ രീതിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലും BSc നഴ്സിംഗിന്റെ ജോലി സാധ്യതകളും അതുപോലെ തന്നെ പഠിക്കാനുള്ള അവസരങ്ങളും ഒരേപോലെ ഹൈ പോയിന്റിലാണ്. അതിൽ ഒരു സംശയമില്ല. നമുക്ക് ഈ നഴ്സിംഗ് പ്രോഗ്രാം അഡ്മിഷൻ എൻറോൾമെന്റിന് ഒരു 3 കാറ്റഗറി ആയിട്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാം. 1 കേരളത്തിനകത്ത്, 2 കേരളത്തിന് പുറത്ത്, 3 ഇന്ത്യക്ക് പുറത്ത്. അപ്പൊ കേരളത്തിനകത്ത് നമുക്കറിയാം LBS വഴിയാണ്. ഇനിയിപ്പോ LBSിലൂടെ തന്നെ PNC മാർക്ക് പോലെയുള്ള ആപ്ലിക്കേഷൻസ് പലയിടത്തും നിർബന്ധമാണ്. എങ്കിലും നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് കേരളത്തിനകത്ത് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ. അപ്പൊ നല്ല മാർക്ക് സ്കെയിലിൽ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇപ്പൊ LBSിലൊക്കെ നമ്മൾ അപേക്ഷിച്ചിട്ട് ഇൻഡെക്സ് മാർക്കൊക്കെ അത്യാവശ്യം നല്ല സ്കെയിലിൽ വരുന്നവരാണെങ്കിൽ കേരളത്തിനകത്ത് BSc നഴ്സിംഗ് പഠിക്കാനുള്ള ഒരു വലിയ സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി കമ്പാരിറ്റീവ്ലി മാർക്ക് കുറച്ച് കുറവാണ്, കേരളത്തിനകത്ത് കിട്ടാൻ സാധ്യതയില്ല എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ കേരളത്തിന് വേണ്ടി സമയം മെനക്കെടുത്തേണ്ടതില്ല, സമയം കളയേണ്ടതില്ല. ഗോ ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ, കേരളത്തിന്റെ പുറത്ത്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ കുട്ടികൾ എടുക്കുന്ന ഒരു 3 ഡെസ്റ്റിനേഷൻ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെയുള്ള 3 സ്ഥലങ്ങളാണ്. ഇതില് കർണാടകയില് KCET എന്ന് പറയുന്ന കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് നമുക്ക് അഡ്മിഷനുള്ള സാധ്യത ഓൺ എ വെരി ഗുഡ് കോളേജ്. ഇനി തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ ചെന്നൈ മേഖലയിലൊക്കെ ആണെങ്കിൽ കൂടുതലും ഡീപ് യൂണിവേഴ്സിറ്റീസ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. അപ്പൊ ഈ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ടിട്ട് സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആവുമ്പോൾ നമ്മൾ പ്രത്യേകം അപേക്ഷ കൊടുത്ത് അവരുടെ പ്രൊസീജിയർ കൂടെ ഫോളോ ചെയ്താലേ തമിഴ്നാട്ടിൽ നമുക്ക് സീറ്റ് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ആന്ധ്രാപ്രദേശ് ആണെങ്കിലും വേറെ കൂടുതൽ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിനെല്ലാം പുറമെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് നഴ്സിംഗ് പ്രോഗ്രാം നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ നീറ്റ് ത്രൂ ആയിരിക്കും അവരുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന പ്രൊസീജിയർ കൂടെ നമ്മൾ ഫോളോ ചെയ്ത് വരും. സോ ഇന്ത്യക്കകത്ത് ഈ പറയുന്ന ഏതൊരു സെക്ഷനിൽ, ഈ പറയുന്ന ഏതൊരു സ്ഥലങ്ങളിൽ നഴ്സിംഗ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ തന്നെ ആയിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി മാൻഡേറ്ററി ആണ്. ഇനി നഴ്സിംഗ് പ്രോഗ്രാം നിങ്ങൾക്ക് അബ്രോഡ് ചെയ്യണമെന്നാണെങ്കിൽ ക്രൈറ്റീരിയാസും എലിജിബിലിറ്റി സിറ്റുവേഷൻസ് ഒന്നും ഇത്ര അധികമില്ല, സംവാട്ട് ഈസി. അതിൽ ഒന്നാമത്തെ ഒരു ഹൈലൈറ്റ് എന്നുള്ളത് +2 ഏത് ബ്രാഞ്ച് കഴിഞ്ഞ ആളാണെങ്കിലും, അതിപ്പോ കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കും +2 അഗ്രിഗേറ്റ് പെർസെന്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ രാജ്യങ്ങളിൽ, അബ്രോഡ് കൺട്രീസിൽ നഴ്സിംഗ് പ്രോഗ്രാം നമുക്ക് എൻറോൾ ചെയ്യാം. അത് ചില സ്ഥലങ്ങളിൽ 3 വർഷമാണ്, ചില സ്ഥലങ്ങളിൽ അത് 4 വർഷമാണ്. അപ്പൊ അവിടെ ഇയർ ഡ്യൂറേഷനേക്കാൾ അപ്പുറത്തേക്ക് അവിടെ കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. 180 മുതൽ 240 വരെ ക്രെഡിറ്റ് പോയിന്റ്സ് നിങ്ങൾ ടോട്ടൽ അക്കാഡമിക്കൽ ഡ്യൂറേഷന് കവറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റിന് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇക്വലൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഗ്ലോബലി എവിടെ വേണമെങ്കിലും പോയിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ അതാത് രാജ്യത്തിന്റെ ലൈസൻസ് ഇക്വലന്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ജനറലി ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഫിനാൻഷ്യലി കുറച്ച് എക്യുപ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ UK, കാനഡ, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ, ഇനി അതല്ല ലാംഗ്വേജ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇറ്റലി, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ, ഇനി കുറഞ്ഞ ഫീസിൽ ഗുഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വേണമെന്നുള്ളവരാണെങ്കിൽ ജോർജിയ, അൽബേനിയ, ബൾഗേറിയ, മാൾട്ട പോലെയുള്ള രാജ്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ ഓപ്ഷൻസിലും അവർക്ക് കിട്ടുന്ന ഫ്യൂച്ചറിസ്റ്റിക് സാധ്യതകൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. പൊതുവെ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് കമ്പാരിസൺസ് ഉണ്ട് ഈ ഇന്ത്യക്കകത്തും അബ്രോഡും നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്ന സമയങ്ങളിൽ. അത് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇന്ത്യക്കകത്ത് നഴ്സിംഗ് കഴിഞ്ഞിറങ്ങുന്ന മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ഒരു പ്രൊഫഷൻ അബ്രോഡ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അബ്രോഡ് തന്നെ നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞാൽ അബ്രോഡ് സെറ്റിൽ ആവുക എന്നുള്ളത് കുറച്ചൊരു എളുപ്പമായിട്ടുള്ള കാര്യമാവും. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു മാനേജ്മെന്റ് കോട്ടയിൽ നല്ലൊരു മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കണമെങ്കിൽ ഒരു 12 മുതൽ 14 ലക്ഷം വരെയൊക്കെയാണ് ഒരു ആവറേജ് ഫീസ് വരുന്നത്, ഇൻക്ലൂഡ്സ് എവറി എക്സ്പെൻസ്. ഇതിന്റെ പുറമെ 2-3 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു 15 മുതൽ 20 ലക്ഷം രൂപ വരെയാണ് അബ്രോഡ് നമുക്ക് വരുന്ന എക്സ്പെൻസ് ഫോർ നഴ്സിംഗ് സ്റ്റഡീസ്. ഇനി
4 വർഷത്തെ നഴ്സിംഗ് ആണ് നമ്മുടെ നാട്ടിലെ ടോട്ടൽ കോഴ്സ് ഡ്യൂറേഷൻ. അതേ നഴ്സിംഗ് പ്രോഗ്രാം, അതേ വാലിഡിറ്റി ഉള്ളത് നമുക്ക് 3 വർഷം കൊണ്ട് അബ്രോഡ് സാധ്യമാവുന്നുണ്ട്. ഇനി 4 വർഷത്തെ നഴ്സിംഗിന്റെ കൂടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു MSc പ്രോഗ്രാം ഒക്കെ നമ്മുടെ കുട്ടികളെ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും അവർ 1 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. സോ ടോട്ടൽ 5 years, 4 year നഴ്സിംഗ് സ്റ്റഡീസ് പ്ലസ് 1 year എക്സ്പീരിയൻസ്. എന്നാലേ നമുക്കൊരു MScയിലേക്ക് ഇന്ത്യയിൽ പോകാൻ പറ്റുള്ളൂ. ഇനി ഇതേ വിദ്യാർത്ഥിക്ക് 3 year നഴ്സിംഗ് കഴിഞ്ഞാൽ MSc ഡയറക്ട്ലി എൻട്രി ചെയ്യാം. വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. എഗെയിൻ നമ്മുടെ നാട്ടിൽ നിന്ന് നഴ്സിംഗ് കഴിഞ്ഞ് ഒരു വിദേശത്തേക്കൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ 4 വർഷത്തെ നഴ്സിംഗിന്റെ കൂടെ നമ്മൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടാവണം, പ്ലസ് ലാംഗ്വേജ്. ഇതേ സ്റ്റുഡന്റിന് 3 വർഷം അവിടെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏത് രാജ്യത്താണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ലാംഗ്വേജ് സിസ്റ്റം കൂടെ ബ്രേക്ക് ചെയ്താൽ നേരിട്ടിട്ട് എന്ത് ചെയ്യാം, വർക്കിംഗ് നഴ്സായിട്ട് എൻറോൾ ചെയ്യാം. അപ്പോൾ ഒരു സെറ്റിൽമെന്റ് ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ ടൈം ഡ്യൂറേഷനിൽ വലിയ എക്സ്പോഷറും കൂടെ പഠിക്കാം എന്ന വലിയൊരു അവസരം എവിടെയുണ്ട്? വിദേശത്താണെങ്കിൽ നിങ്ങൾക്കുണ്ട്. ഈ വിദേശത്ത് വരുന്ന മറ്റൊരു പ്രത്യേകത +2 ഏത് സ്ട്രീമുകാർക്കും പഠിക്കാമെന്നുള്ളതാണ്. ഇനി ഇന്ത്യയിൽ ഉള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ടൈം കൺസ്യൂമിംഗ് ആണ് എന്നുള്ളതാണ്. പക്ഷെ അക്കാഡമിക്കിന്റെ കാര്യം, ക്ലിനിക്കൽ എക്സ്പോഷർ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പേഷ്യന്റ് ഇന്ററാക്ഷൻ, നമ്മൾ പഠിക്കുന്ന പരിചയപ്പെടുന്ന രോഗനിർണയങ്ങൾ, ഇതെല്ലാം വേറെ എവിടെ കിട്ടുന്നതിൽ കൂടുതൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടും ചെയ്യും. അതിന്റെ ഒരു റീസൺ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. മറ്റൊരു റീസൺ നമ്മുടെ നാട്ടിലെ എല്ലാവിധ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാവിധ രോഗങ്ങളും രോഗനിർണയങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. സോ ഈ ഒരു വ്യത്യാസങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി നിങ്ങളുടെ നഴ്സിംഗ് കരിയർ എവിടെ ഫിക്സ് ചെയ്യണം എന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, അതായത് കേരളത്തിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, നല്ല കോളേജുകൾ ഏതാണ്, കേരളത്തിന് പുറത്ത് എങ്ങനെയൊക്കെ അഡ്മിഷൻ എടുക്കാം, ഇപ്പൊ കർണാടകയിലാണെങ്കിൽ KCETയുടെ പ്രൊസീജിയർ എന്താണ്, തമിഴ്നാടാണെങ്കിൽ വരുന്ന പ്രൊസീജിയേഴ്സ് എന്താണ്, അവിടുത്തെ ഏറ്റവും നല്ല കോളേജുകൾ ഏതാണ്, ആ കോളേജുകളിൽ വരുന്ന അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്താണ്. ഇനി അബ്രോഡ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതാണ്, ആ രാജ്യത്ത് സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആവൂ, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, നമ്മുടെ കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റ് ലാൻഡിംഗ് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അറിയാം. കീപ് ഇൻ ടച്ച്.